ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡിടെക് ഓഡിയോസിൻ്റെ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. 100+100 വാട്ട്സ് കിട്ടുന്ന ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എടുത്ത് പറയാനുള്ളൊരു കാര്യം, നല്ല ഹീറ്റ് സിങ്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഞാൻ ഇന്നലെ ചെയ്തൊരു വീഡിയോയിലും പറയുന്നുണ്ടായിരുന്നു, ഡിടെക്കിൻ്റെ ബോർഡുകൾ എപ്പോൾ നമ്മൾ നോക്കിയാലും നല്ലൊരു ഹീറ്റ് സിങ്ക് അതിനകത്ത് വരുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റുള്ള കമ്പനി വെച്ച് നോക്കുമ്പോൾ, ശക്തിയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും നല്ലതാണ് ഡിടെക്കിൻ്റെ ഹീറ്റ് സിങ്ക്. കൂടാതെ തന്നെ നല്ല കമ്പോണൻസ് വച്ചിട്ടുള്ള നല്ല സർക്യൂട്ടിൽ ചെയ്തിട്ടുള്ളൊരു ബോർഡാണ് ഈ ഒരു ബോർഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഓഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നതാണ്. ഈ ബോർഡ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണ്, വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയതാണ്. അതിന് ശേഷമാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത്. ഓക്കെ. കൂടാതെ തന്നെ ഇതിൽ ഔട്ട്പുട്ട് സൈഡിൽ 2 കോയിൽ വരുന്നുണ്ട്. അപ്പോൾ സ്പീക്കറിൻ്റെ ആവശ്യമില്ലാത്തുള്ള കോണടിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു വർക്കിംഗ് ഈ ഒരു ബോർഡിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ്. കൂടാതെ തന്നെ ഇവിടെ ഈ 2 പ്രീസെറ്റ് വരുന്ന ബയാസിംഗ് ആണ്. അപ്പോൾ അതാരും ഗെയിൻ എന്ന് പറഞ്ഞ് പിടിച്ച് കറക്കരുത്, ബോർഡ് കംപ്ലൈൻ്റ് ആയി പോകും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ 2 മോഡലുണ്ട്. ഈ ബയാസിംഗ് പ്രീസെറ്റ് ഫ്രണ്ടിൽ വരുന്ന സെയിം സർക്യൂട്ട് തന്നെയാണ്. ബയാസിംഗ് ബയാസിംഗ് പ്രീസെറ്റ് ഫ്രണ്ടിൽ വരുന്ന ഒരു മോഡലുണ്ട്. അത് അവരുടെ വേറൊരു മോഡലാണ്. 2 മോഡലിലാണ് ബോർഡ് വരുന്നത്. ഇത് കുറച്ച് പഴയ മോഡലാണ്. ഈ മോഡലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ ഫ്രണ്ടിൽ വരുന്ന പ്രീസെറ്റ് ഫ്രണ്ടിൽ വരുന്ന മോഡൽ അവൈലബിൾ ആണ്. ബോർഡ് സർക്യൂട്ട് എല്ലാം സെയിം തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റിൽ, നമ്മുടെ ഒരു ബഡ്ജറ്റ് ലെവലിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ബോർഡ് തന്നെയാണ് ഈ ഒരു സ്റ്റീരിയോ ബോർഡ്. ഇതിൻ്റെ വില നമുക്ക് ഒന്ന് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വെറും 1100 രൂപയാണ് ഇതിൻ്റെ വില നിങ്ങൾക്ക് വരുന്നത്. ഇപ്പോൾ ശക്തിയുടെ ബോർഡ് എടുത്താലും കുമാറിൻ്റെ ബോർഡ് എടുത്താലൊക്കെ അതിൻ്റെ ഹീറ്റ് സിങ്കിൻ്റെ വലിപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഒരു ഹീറ്റ് സിങ്കിൻ്റെ വലിപ്പം കാരണം തന്നെ നിങ്ങൾ അതിൻ്റെ ഹീറ്റ് സിങ്ക് മാറ്റിയിട്ടായിരിക്കും മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഹീറ്റ് സിങ്കിൻ്റെ വലിപ്പം തന്നെ നിങ്ങൾ കാണേണ്ടതാണ്. നല്ല അടിപൊളി ഹീറ്റ് സിങ്കിലാണ് ഈ ഒരു ബോർഡ് വരുന്നത്. നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ ഈ ഒരു ഹീറ്റ് സിങ്ക് വാങ്ങണമെങ്കിൽ തന്നെ 10-400 രൂപ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഹീറ്റ് സിങ്ക് വാങ്ങുന്ന ആൾക്കാർക്ക് അറിയാം, താരപ്പറമ്പിലൊക്കെ പോയി ഹീറ്റ് സിങ്ക് വാങ്ങിയാൽ നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടും. 300, 400, 450, 600, 700, 800, 1000 ഒക്കെയാണ് ഹീറ്റ് സിങ്കിൻ്റെ വില വരുന്നത്. നല്ല വെയിറ്റുള്ള ഹീറ്റ് സിങ്കാണ് ഈ ഒരു ബോർഡ്. നിങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഇനി ഒരു ഫാൻ വെച്ചില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും വരാനായിട്ട് പോകുന്നില്ല. അത് ഡിടെക്കിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് എടുത്ത് പറയാവുന്നതാണ്. അവരെ ബോർഡിന് എപ്പോഴും നല്ലൊരു ഹീറ്റ് സിങ്ക് അവർ കൊടുക്കും എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഡിടെക്കിൻ്റെ ബോർഡ് വളരെ കംപ്ലൈൻ്റ് ആണ്, പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കണ്ടിടത്തോളം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോർഡ് കംപ്ലൈൻ്റ് ആയി എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തന്നെ കുഴപ്പം കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മളൊരു ബോർഡ് ഉപയോഗിക്കുന്ന രീതി ഒക്കെയാണ്. ഇപ്പോൾ ഒരു ഡിടെക്കിൻ്റെ ബോർഡ് വളരെ വില കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാഷിൻ്റെ കേസിൽ ആൾക്കാർ വിലയൊക്കെ നോക്കിയിട്ട് ഡിടെക്കിൻ്റെ ബോർഡ് കൂടുതലായിട്ട് വാങ്ങുന്നുണ്ട്. വീഡിയോയുടെ വ്യൂവും കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഡിടെക്കിൻ്റെ ബോർഡ് വാങ്ങുന്നുണ്ട്, വില കുറവാണ്, വാങ്ങുന്നുണ്ട്, വീട്ടിൽ കൊണ്ട് ആംപ്ലിഫയർ ചെയ്യുന്നുണ്ട്. കുറേ പേര് ഇപ്പോൾ പഠിക്കുന്ന ആമ്പ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ബോർഡ് വാങ്ങുന്നുണ്ട്, വീട്ടിൽ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ 3-4 സ്പീക്കർ ഒരു ചാനലിന് കൊടുക്കുന്നു. പിന്നെ അതിൽ 2 ട്യൂട്ടർ, അടുത്ത 2 ട്യൂട്ടർ ഒക്കെ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിച്ച് ഈ പറയുന്ന, ഇപ്പോൾ ഇതിനകത്ത് അവർ പറഞ്ഞിട്ടുള്ള വോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 35 DC ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. 35 വോൾട്ട് DC ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു 35 വോൾട്ട് DC അതിന് കൊടുക്കുന്നു. ഈ പറയുന്ന 3-4 സ്പീക്കർ ഒരു ചാനലിന് പിടിച്ച് കൊടുക്കുന്നു. അത് വർക്ക് ചെയ്യിപ്പിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ബോർഡ് കംപ്ലൈൻ്റ് ആവുന്നു, ചിലപ്പോൾ പുക വരും. അപ്പം അത് ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു ആംപ്ലിഫയർ 1, ആംപ്ലിഫയർ 2 അങ്ങനെ സ്റ്റീരിയോ ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണ്, ഒരു 4 ohmsോ ഒരു 8 ohmsോ സ്പീക്കർ കൊടുത്ത് മാന്യമായിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് വർക്കാവും, കംപ്ലൈൻ്റ് ഒന്നും ആവത്തില്ല. ഒരു കാരണവശാലും കംപ്ലൈൻ്റ് ആവത്തില്ല. അത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഡിടെക്കിൻ്റെ ബോർഡ് കംപ്ലൈൻ്റ് ആണ്, ഡിടെക്കിൻ്റെ ബോർഡ് കംപ്ലൈൻ്റ് ആണെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഈ സെയിം ഇതുപോലത്തെ കമ്പോണൻസ് തന്നെയാണ് വേറെ കമ്പനിക്കാരും അവർ ഇട്ടേക്കുന്നത്. അതിൽ വലിയ മാറ്റമൊന്നുമില്ല. കെൽട്രോണിൻ്റെ കപ്പാസിറ്റർ തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇതേ തോഷിബ ട്രാൻസിസ്റ്റർ തന്നെയാണ് അവർ ഇട്ടിട്ടുള്ളത്. ഇതേ ഡ്രൈവർ ട്രാൻസിസ്റ്ററുകൾ തന്നെയാണ് അവർ ഇട്ടിട്ടുള്ളത്. ഇതേപോലത്തെ കോയിൽ തന്നെയാണ് അവർ ഇട്ടിട്ടുള്ളത്. എല്ലാം സെയിം ആണ് ഏകദേശം. സർക്യൂട്ടിന് ചെറിയ ചെറിയ വ്യത്യാസം മാത്രമാണ് വരുന്നത്. അല്ലാതെ ഇവരുടെ കമ്പോണൻസ് കൊള്ളൂലാത്തത് കൊണ്ടാണ് അവരുടെ ബോർഡ് കത്തി പോകുന്നത് എന്നുള്ളതല്ല. ആദ്യം നിങ്ങൾ ഈ ഒരു
ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോർഡെന്നല്ല നിങ്ങൾക്ക് വാങ്ങുന്ന എല്ലാ ബോർഡുകളും പ്രശ്നങ്ങളില്ലാതെ തന്നെ വർക്ക് ചെയ്യും. ഞാൻ പല ആൾക്കാരുടെ അടുത്തും ഈ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് വിളിക്കുന്ന പല ആൾക്കാരുടെ അടുത്തും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെയൊക്കെ അവർ ചെയ്യുന്ന രീതിയൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ബോർഡിൻ്റെ പ്രശ്നമൊന്നും അല്ലാതെ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു കണക്ഷനൊക്കെ നമുക്ക് നോക്കാം. ഇവിടെയാണ് ഇതിൻ്റെ പോസിറ്റീവ് കൊടുക്കേണ്ടത്, ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെയാണ് ഇതിൻ്റെ പോസിറ്റീവ് കൊടുക്കാനായിട്ടുള്ളത്. അടുത്ത് ഗ്രൗണ്ട് കൊടുക്കാനുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് ഉള്ളത്. അടുത്ത് മൈനസ് കൊടുക്കാനുള്ളത് ഇവിടെയാണ്. അപ്പം +35 -35 ഗ്രൗണ്ട്. അപ്പം അടുത്തടുത്ത് തന്നെയാണ് അതിൻ്റെ ഒരു കണക്ഷൻസ് വരുന്നത്. പിന്നെ സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് മൈനസ് സൈഡ് ഇവിടെയാണ് ഗ്രൗണ്ട്, അതായത് സ്പീക്കറിൻ്റെ മൈനസ് ഇവിടെയാണ് വരുന്നത്. പോസിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ അകത്താണ്, ഈ കാണുന്ന അകത്തായിട്ടാണ് വരുന്നത്. നമുക്ക് പുറകിൽ നിന്ന് കണക്ഷൻ എടുത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കപ്പാസിറ്റർ വെച്ച് കപ്പിൾ ചെയ്ത് കൊടുത്ത് സ്പീക്കർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താണ്, സ്പീക്കർ പ്രൊട്ടക്ഷൻ വയ്ക്കാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു കപ്പാസിറ്റർ വെച്ച് അതിനടുത്ത് കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ചെക്ക് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 മോഡലുണ്ട്. ഇതിപ്പോൾ ഒരു കുറച്ച് പഴയ വെർഷനാണ്. ഇതിൻ്റെ പുതിയ വെർഷൻ ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ രണ്ടും സെയിം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ളൊരു ബയാസിങ് പ്രീസെറ്റിൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്നു എന്നുള്ളത് മാത്രമാണ് അതിലൊരു വ്യത്യാസമായിട്ട് ഉള്ളത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പുറകെ സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നല്ല വലിയ ഹീറ്റ് സിങ്കാണ്, നിറയെ ഫിൻസുള്ള ഹീറ്റ് സിങ്കാണ്. പുറകെ സൈഡിലും വരുന്നുണ്ട്, ഫ്രണ്ടിലും വരുന്നുണ്ട്. ഇൻവെർട്ടറിൻ്റെ ടൈപ്പ് ഹീറ്റ് സിങ്കാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല കമ്പോണൻസ് തന്നെയാണ് അവർ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. കമ്പോണൻസിൻ്റെ സൈഡിലൊന്നും അവർ വലിയ ക്വാളിറ്റി കുറവൊന്നും വരുത്തിയിട്ടൊന്നുമില്ല. വളരെ മാന്യമായിട്ടുള്ള ഒരു റേറ്റിൽ 1100 രൂപ എന്നുള്ള റേറ്റിൽ നമുക്ക് ഇവരുടെ പ്രോഡക്റ്റ് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഡിടെക് ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. പിന്നെ മറ്റൊരു കാര്യം, കുമാർ ഓഡിയോസിൻ്റെ ബോർഡോ ശക്തിയുടെ ബോർഡോ ഒക്കെ നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ആ ബോർഡിനൊന്നും സർവീസ് കിട്ടുന്നില്ല. ഓക്കെ, പക്ഷേ ഈ ഒരു ബോർഡിന് സർവീസ് കിട്ടുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻസ് ചേട്ടന്, ഡിടെക്കിൻ്റെ ഓണറാണ് പ്രിൻസ്, പുള്ളിക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി നിങ്ങൾക്ക് ഇത് സർവീസ് ചെയ്തും തരുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താണ്, 1100 രൂപയ്ക്ക് ബോർഡ് വാങ്ങാം, നിങ്ങൾക്ക് സർവീസും കിട്ടുന്നുണ്ട്. ഇതിൽ പരം മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടാനായിട്ടില്ല. ഓക്കെ, അപ്പോൾ നല്ലൊരു ബോർഡാണ്, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വാങ്ങാം. പിന്നെ ഓഡിയോ ക്വാളിറ്റി വളരെ നല്ലതാണ്. ഞാനിത് ചെക്ക് ചെയ്ത് നോക്കിയതാണ്, നല്ല ഓഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ തന്നെയാണ്. ഏത് മ്യൂസിക് ഇട്ടാലും ഇപ്പോൾ കോപ്പി റൈറ്റ് കിട്ടുന്നുണ്ട്. എല്ലാ കോപ്പി റൈറ്റർ ഓണർമാരും കോപ്പി റൈറ്റ് ക്ലെയിം ചെയ്യുന്നുണ്ട്, പണി നമുക്ക് കിട്ടുന്നുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ ഒരു മ്യൂസിക് നിങ്ങളെ പ്ലേ ചെയ്ത് കാണിക്കാത്തത്. ഓക്കെ, അപ്പോൾ നല്ലൊരു ബോർഡാണ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡിടെക്കിനെ ഡയറക്റ്റ് വിളിക്കാം. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഡയറക്റ്റ് അവരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പുതിയ ബോർഡ്, ഇപ്പോൾ പുതിയ ബോർഡ് ഞാൻ പറഞ്ഞ പോലെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുതിയ ബോർഡ് ഇതിൻ്റെ സെയിം മോഡൽ തന്നെയാണ്, സർക്യൂട്ടിനൊന്നും ഒരു വ്യത്യാസമില്ല. സെയിം ബോർഡ് നിങ്ങൾക്ക് വാങ്ങാം. അവരുടെ കയ്യിൽ 1100 പ്ലസ് കൊറിയർ, കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യയിലും എല്ലാ സ്ഥലത്തും അവർ ഇത് കൊറിയറായിട്ട് അയച്ചു തരും. അതിൻ്റേതായ ദൂരത്തിനനുസരിച്ച് ചെറിയൊരു വ്യത്യാസം ഷിപ്പിംഗ് ചാർജിന് വരും. അതുപോലെ 52001943 തന്നെയാണ് ഇവിടെ വരുന്നത്. ഈ ഒരു ട്രാൻസിസ്റ്റർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി, മിഡിൻ്റെ ക്വാളിറ്റിയൊക്കെ തന്നെയാണ്. ബാസിൻ്റെ റെസ്പോൺസ് കൂടുതലാണ്, മിഡിൻ്റെ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും 52001943 ഉപയോഗിക്കുന്നത്. ഇപ്പോൾ TTC TTA ഒക്കെ കിട്ടുന്നുണ്ട് നമുക്ക്. TTC നല്ലതാണ്, TTA നല്ലതാണ്. അതെല്ലാം രണ്ടും ആ പെയർ രണ്ടും നല്ലതാണ്. അതുപോലെ തന്നെ 2SA 2SC പെയർ നല്ലതാണ്. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള 2SA 2SC പെയറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ VD 139 VD 140 ഡ്രൈവർ സെക്ഷനിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് തന്നെയാണ് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത്. ട്രാൻസിസ്റ്ററിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് കിട്ടുന്ന, നാട്ടിലിപ്പോൾ ട്രാൻസിസ്റ്റർ ഒറിജിനൽ ഓരോ സ്ഥലത്തും കിട്ടാനില്ല. അപ്പോൾ പ്രത്യേകിച്ച് തോഷിബയുടെ ട്രാൻസിസ്റ്റർ, പിന്നെ CDലിൻ്റെ കിട്ടുന്നുണ്ട്. CDയിൽ അത്ര പോരാന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തോഷിബയുടെ ട്രാൻസിസ്റ്ററിൽ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. CDയിൽ പോരാന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില CDലിൻ്റെ ട്രാൻസിസ്റ്റർ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. തോഷിബ നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി ഒക്കെയാണ് കിട്ടുന്നത്, ഫസ്റ്റ് ക്വാളിറ്റി ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അത് എല്ലാ കമ്പനിയും അങ്ങനെയാണ്. ഇപ്പോൾ ബ്രാൻഡ് കമ്പനിയുടെ ഫസ്റ്റ് കോപ്പിയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ അറിഞ്ഞു, ഒരാൾ എൻ്റെ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ തോഷിബ ഫസ്റ്റ് കോപ്പി സെയിം ടെക്നോളജിയിലാണ് അവർ ഉണ്ടാക്കുന്നത്. തോഷിബ ഇപ്പോൾ ട്രാൻസിസ്റ്റർ നിർമ്മിക്കുന്നില്ല, അഥവാ നിർമ്മിച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് അവർ തരുന്നില്ല, വൻകിട കമ്പനികൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ സെയിം ടെക്നോളജി എന്താണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് അതിൻ്റെ ടെക്നോളജി എന്താണോ അതേ ടെക്നോളജി തന്നെയാണ് അവർ ഈ ഒരു ട്രാൻസിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ട്രാൻസിസ്റ്ററിൽ വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ കുമാർ ഓഡിയോസ് ആയാലും
ശക്തി കേസ് ഞാൻ പറയുന്നില്ല. കുമാര ഡിവൈസ് ആയാലും കുമാര ഡിവൈസൊക്കെ അത്യാവശ്യം നല്ല ട്രാൻസിസ്റ്ററാണ്. ഡി ടെക് ആയാലും യൂണിവേഴ്സലായാലും ഒക്കെ നിർമ്മിക്കുന്ന അവർ പിന്നെ ലൂമി വേവൊക്കെ ആണെങ്കിൽ പോലും അത്യാവശ്യം കയ്യിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ക്വാളിറ്റിയുള്ള ട്രാൻസിസ്റ്റർ വെച്ചിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. കാര്യം അവരുടെ നിലനിൽപ്പും കൂടെ ഉള്ള കാര്യം. പ്രത്യേകിച്ച് ഡി ടെക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ആൾക്കാർ ഡി ടെക്കിനെ കുറ്റം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രശ്നങ്ങൾ ഇതാണ്, ഒരു ബോർഡ് ഉപയോഗിക്കുന്ന ഈ രീതികളൊക്കെയാണ് ഇത് ഡി ടെക്കിന് ഒരു പ്രശ്നമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാര്യം അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് എൻ്റെ സിംറ്റംസ് ഒക്കെ ചോദിക്കും, എന്താണ് എങ്ങനെയാണത് പറ്റിയത്. അപ്പോൾ അവർ പറയാം ഇങ്ങനെ സ്പീക്കറൊക്കെ കൊടുത്തപ്പോൾ കത്തിപ്പോയി. അപ്പോൾ അവരെ ഭാഗത്തുള്ള കുറ്റമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്ന കമ്പോണൻസ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള പുള്ളിക്കാരൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോർഡിനൊരു കംപ്ലയിൻറ്റ് വരുന്നത് നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നല്ലൊരു ബോർഡാണ്, നിങ്ങൾക്ക് പരിഗണിക്കാവുന്നൊരു ബോർഡാണ്, വിലയും കുറവാണ്, 1100 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാം. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഈ ബോർഡ് വാങ്ങിയിട്ട് ഞാനിപ്പോൾ ഈ ബോർഡ് നിങ്ങളെ പരിചയപ്പെടുത്തി, നിങ്ങൾക്ക് വാങ്ങിയിട്ട് ഇത് കത്തിപ്പോയി നിങ്ങൾക്ക് എന്നെ ചീത്ത വിളിക്കാം. കമൻറ്റ് സെക്ഷൻ വെറുതെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. ഈ ബോർഡ് കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ചീത്ത വിളിക്കാം. ഓക്കെ.